एक अच्छा विचार आपकी पूरी ज़िंदगी को बदल सकता है. നമസ്കാര दोस्तों, आप सभी को കോക്കനട്ട് ലേഡി ചാനൽ पर स्वागत है. നമസ്കാരം കൂട്ടുകാരെ. ഒരു നല്ല തോട്ട് അല്ലെങ്കിൽ നല്ലൊരു ചിന്താഗതി നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയും എന്നാണ് എൻ്റെ ആ ഒരു ആദ്യത്തെ തോട്ടിൻ്റെ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഫ്രേസിൻ്റെ അർത്ഥം. ഓക്കെ, ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു 30D ചാലഞ്ചാണ്. हाँ, आपने सही सुना. आज मैं आपके लिए 30 दिन की चुनौती लेके आई हूँ. 30 दिन की चुनौती अगर आपने सही रूप में किया तो सच में आप सहज रूप में हिंदी बोल सकोगे. ശരിക്കും കൂട്ടുകാരെ, ഈ 30 ദിവസത്തെ ചാലഞ്ച് നിങ്ങൾ കറക്റ്റായിട്ട് ഞാൻ പറയുന്ന രീതിയിൽ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്ലുവൻസി സൂപ്പറായിട്ട് വരും. നിങ്ങൾ ഹിന്ദി നല്ല ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ തുടങ്ങും. എന്തൊക്കെയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന 5 ടാസ്ക്കാണ്. 5 ടാസ്കുകൾ. ഈ 5 ടാസ്കുകൾ അതിൻ്റെ രീതിയിൽ ഞാൻ പറഞ്ഞു തരുന്ന അതേ രീതിയിൽ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫ്ലുവൻ്റ് ആക്കാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പറ്റും. ഹിന്ദി ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആക്കാൻ പറ്റും. അപ്പം നമുക്ക് തുടങ്ങിയാലോ നമ്മുടെ സെക്ഷനിൽ ഫസ്റ്റ്, അതായത് നമ്മുടെ ആദ്യത്തെ ടാസ്ക് ഹിന്ദി ഫ്ലുവൻ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട 5 ടാസ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ आपको पहले करना है 30 दिन में. നമ്മൾ പറഞ്ഞു आज हम 30 दिन की चुनौती लेके आए हैं. 30 ദിവസത്തെ ചാലഞ്ചായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം 30 ദിവസത്തെ ചാലഞ്ചിൽ ഈ 30 ദിവസത്തിൽ ചെയ്യേണ്ട 5 ടാസ്കുകളാണ് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ किसी भी 2 हिंदी फिल्मों को आपको देखना है. इस 30 दिन में आपको किसी भी 2 हिंदी फिल्मों को देखना है. എന്താണെന്ന് മനസ്സിലായല്ലോ? നിങ്ങൾക്ക് ഈ 30 ദിവസത്തെ ചാലഞ്ചിൽ വെറും 2 ഹിന്ദി മൂവീസ് കാണണം. 2 മൂവീസ്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കാണാം. ഒറ്റ സ്ട്രെസ് കാണണമെങ്കിൽ അങ്ങനെ കാണാം. അല്ല, നിങ്ങൾക്ക് ഇനി ഒറ്റ സ്ട്രെസ്സിലിരുന്ന് കാണാൻ പറ്റില്ല, അത്രയും കണ്ടിന്യൂവേഷൻ ഒന്നും മനസ്സിലാവില്ല, കുറച്ചായിട്ട് വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ സമയമില്ലാത്തവരാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒറ്റ സ്ട്രെസ്സിലിരുന്ന് ഈ പറഞ്ഞ 2 മൂവീസും കാണണമെന്ന് ഞാൻ പറഞ്ഞതല്ല. ഈ 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ ഏതെങ്കിലും ഒരു 2 മൂവീസ് കാണുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ 2 മൂവീസ് കാണുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. സബ് ടൈറ്റിലൊന്നും ഇല്ലാതെ കാണാം. ഓക്കെ, സബ് ടൈറ്റിലൊന്നും ഇല്ലാതെ നല്ല ശ്രദ്ധിച്ചിരുന്ന് ആ ഫിലിം കണ്ടുകൊണ്ട് അതിൻ്റെ ആക്ഷൻസ് കണ്ടുകൊണ്ട് കുറേയൊക്കെ വേർഡ്സ് നമുക്കറിയാം, അതിലൂടെ നിങ്ങൾ മനസ്സിലാക്കണം ആ ഫിലിമിൻ്റെ അകത്ത് എന്താണ് പറയുന്നത്, എന്താണ് ആ ഫിലിം എന്നുള്ളത്. ഓക്കെ, റിലാക്സ് ചെയ്ത് കാണുക, അല്ലാതെ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ കാണണമെന്നൊന്നുമില്ല. ജസ്റ്റ് യു ഹാവ് ടു സീ 2 ഫിലിംസ് ഇൻ 30 ഡേയ്സ്. 30 ദിവസത്തിൽ 2 സിനിമ കാണുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ ടാസ്ക്കൊന്നും അല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ കാര്യമാണ്. നല്ല 2 മൂവീസ് സെലക്ട് ചെയ്ത് കാണാം. ഓക്കെ, അപ്പോൾ അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ടാസ്ക്. രണ്ടാമത്തെ ടാസ്ക് വളരെ സിമ്പിളാണ്. നിങ്ങളെ ആരെയും ഒട്ടും തന്നെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ എങ്ങനെ ടാസ്കുകൾ ഉണ്ടാക്കാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ രണ്ടാമത്തെ ടാസ്ക് വളരെ സിമ്പിളാണ്. ലെഷർ ടൈമിൽ ചുമ്മാതെ നമ്മൾ ആടിപ്പാടി നടക്കുന്ന സമയത്തും നമ്മൾ പാട്ടുകൾ കേൾക്കാറുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ഒരു സ്വഭാവമുണ്ട് ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേൾക്കാമെന്നുള്ളത്, അല്ലേ? അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും ഈ 30 ദിവസവും ഒരു ഹിന്ദി പാട്ട് വെച്ചെങ്കിലും കേൾക്കാം. ഈ പാട്ട് കേൾക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ये गाना सुनने के लिए इसलिए कहा गया है क्योंकि जब भी हम गाना सुनते हैं तो उसके साथ गुनगुनाते हैं, അല്ലേ? നമ്മൾ പാട്ട് കേൾക്കുമ്പോഴൊക്കെ കൂടെ ഒന്ന് മൂളുന്ന സ്വഭാവം നമുക്കുണ്ട്. ഇപ്പം നമ്മൾക്ക് അതിലെ വേർഡ്സ് അറിയത്തില്ലെങ്കിൽ പോലും നമ്മൾ ആ ഋതത്തിൻ്റെ കൂടെ ആ ഈണത്തിൻ്റെ കൂടെ ഒന്ന് വയ്ക്കുന്നൊരു സ്വഭാവം നമുക്ക് എല്ലാവർക്കും തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് പാട്ടുകൾ കേൾക്കാൻ പറഞ്ഞത്. तो अगर आप हर दिन एक हिंदी गीत को, एक हिंदी फिल्म सॉन्ग को सुनोगे तो उससे आपको बहुत सारे शब्दों को समझ सकते हो. ഒരുപാട് വേർഡ്സുകൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതിൻ്റെ ആ ഒരു യൂസേജ്, ചില പോയിംസിൽ എങ്ങനെയാണ് അതിൻ്റെ യൂസേജ് വരുന്നത്, എന്തായിരിക്കും അതിൻ്റെ അർത്ഥം വരിക, അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, 2 സിമ്പിൾ ടാസ്കുകളാണ് ആദ്യത്തെ 2 ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ 30 ദിവസത്തിൽ 2 ഫിലിം കാണുക. രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് आप लोगों को रोज़ाना एक हिंदी फिल्म सॉन्ग, नहीं तो कोई भी गीत सुनना है. ഏതെങ്കിലും ഒരു ഹിന്ദി പാട്ട് കേൾക്കണം ഡെയിലി. ഓക്കെ, तो ये रहा था 2 सेक्शन, नहीं तो 2 टास्क. तो तीसरे टास्क की ओर जाते हैं. तीसरा टास्क यह है, बहुत ही सिंपल है. बस 30 दिन में आपको 20 शब्द पढ़ने हैं. अदे വെറും 30
ദിവസം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടത് വെറും 20 വേർഡ്സാണ്. 30 ദിവസം കൊണ്ട് വെറും 20 വേർഡ്സ്. അതായത് ഡെയിലി ഒരു വേർഡ് വെച്ച് പോലും പഠിക്കേണ്ട. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഒരു 10 ദിവസം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ആഴ്ചയിൽ ഓരോ ദിവസവും വെച്ചിട്ട്, ആഴ്ചയിൽ 2 ദിവസം വെച്ചിട്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോയാലും 30 ദിവസത്തിൽ ഒരു 20 വേർഡ് പഠിക്കാം. അതിപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഫിലിം കാണുമ്പോൾ അതിൽ നിന്ന് പഠിക്കാം, പാട്ട് കേൾക്കുമ്പോൾ അതിൽ നിന്ന് പുതിയ വേർഡ്സ് പഠിക്കാം. എങ്ങനെയാവാം. നിങ്ങൾക്ക് 20 वर्ड्स यू हैव टू लर्न हैं. आप लोगों को बस 20 शब्द कहीं से भी, कैसे भी, फिल्म देखते वक्त, गाना सुनते वक्त, कुछ पढ़ते वक्त, कैसे भी आपको बस 20 शब्दों का ग्रहण करना है. വെറും 20 വേർഡ്സിൻ്റെ ഒന്ന് പഠിക്കുക. ഓക്കെ, മനസ്സിലായല്ലോ? അതാണ് നമ്മുടെ പറഞ്ഞ 3 ടാസ്കുകൾ. 3 ടാസ്ക്കായി. ഇനി 4ാമത്തെ ടാസ്ക്. 4ാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ബസ് ആപ് ലോഗോക്കു റോസ്, എല്ലാ ദിവസവും എന്ത് ചെയ്യണം? 2 പേജ് വായിക്കണം. ഏതെങ്കിലും ഒരു ബുക്ക് എടുക്കുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെറിയ ഷോർട്ട് സ്റ്റോറീസ് എടുക്കാം, ചെറിയ കുട്ടിക്കഥകളായിട്ടുള്ളത് എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുന്ന പഞ്ചതന്ത്ര കഥകളൊക്കെ പോലത്തെ എന്തെങ്കിലും. അങ്ങനെ 2 പേജ്. കേവൽ 2 ही पेज आपको पढ़ने को कहा है, बहुत सारा नहीं. എവിടെന്നെങ്കിലും ഒരു ന്യൂസ് പേപ്പറിൻ്റെ 4-5 പാരഗ്രാഫ്, 4-5 ബോക്സുകൾ വായിക്കാം. അല്ലെങ്കിൽ 2 പേജുകൾ, ബുക്കാണ് എടുക്കുന്നതെങ്കിൽ 2 പേജ് വായിക്കാം. എങ്ങനെയെങ്കിലും ഒരു 2 പേജ് ഡെയിലി വായിക്കാം. ഈ जो बातें कहिए रोज़ाना करना है. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡെയിലി ചെയ്യേണ്ടതാണ്. ഓക്കെ, 30 ദിവസത്തിൽ എല്ലാ 30 ദിവസവും നിങ്ങൾ 2 പേജ് വെച്ച് വായിക്കണം. ഓക്കെ, എല്ലാ ദിവസവും പാട്ടും കേൾക്കണം. സിനിമയും പിന്നെ 20 വേർഡ്സും പഠിക്കുന്നത് 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും ചെയ്ത് തീർക്കാവുന്ന കാര്യമാണ്. ഓക്കെ, അതായിരുന്നു നമ്മുടെ 4 ടാസ്കുകൾ. നമ്മൾ 4 ടാസ്കുകൾ പരിചയപ്പെടുത്തു. അടുത്തതാണ് നമ്മുടെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് ടാസ്ക്. ഇറ്റ് ഈസ് മിറർ ടോക്ക്. അതായത് आपको आईने से बात करना है. शीशे से बात करना है, नहीं तो आईने से बात करना है. നിങ്ങൾക്ക് ജസ്റ്റ് മിറർ നോക്കി എല്ലാ ദിവസവും हर रोज़ आपको 10 मिनट नहीं तो 5 मिनट अपने आप से बातें करनी है. 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് സ്വയം സംസാരിക്കാം. എന്തെങ്കിലുമൊക്കെ ടോപ്പിക് ഇട്ട് സംസാരിക്കാം. ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് മിറർ നോക്കി സംസാരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ, നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ നിങ്ങൾക്ക് ഹിന്ദി സംസാരിക്കേണ്ടതായിട്ട് വരുന്നത്, എന്തൊക്കെയാണോ ഡെയിലി ചിലപ്പം പറയേണ്ടി വരുന്ന കുറച്ച് വേർഡ്സ് ഉണ്ടാവും, അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളോട് സംസാരിക്കുന്നത് അത് സംസാരിച്ച് നോക്കും. डेली हर रोज़ आपको प्रैक्टिस करना है. 5 मिनट नहीं तो 10 मिनट आपको पक्का बात करनी है. ഉറപ്പായിട്ട് നിങ്ങൾക്ക് അങ്ങ് സംസാരിച്ചിരിക്കണം. ये था हमारे 5 टास्क जिससे आप 30 दिन की चुनौती यही है. 5 टास्क को आपको पूरा करना है. इससे आप सहज रूप से एकदम से हिंदी बोल सकते हो. ഒറ്റയടിക്ക് ഈ 30 ദിവസത്തിൽ സിമ്പിളായിട്ട് ഈ 5 ടാസ്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ രീതിയിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്ലുവൻസി ബെറ്റർ ആവും. സോ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഈ 5 ടാസ്കുകൾ? നിങ്ങളിത് ഫോളോ ചെയ്യണം. ഉറപ്പായിട്ടും നിങ്ങളെ തന്നെ, അതായത് എന്നെ ബോധിപ്പിക്കാനോ നിങ്ങളുടെ കൂടെയുള്ളവരെ ബോധിപ്പിക്കാനാണോ, നിങ്ങൾ സ്വയം അതിനെ മോണിറ്റർ ചെയ്ത് നിങ്ങളുടെ ടാസ്കുകൾ നിങ്ങൾ പെർഫെക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്ത് ആ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. അതിലൂടെ നിങ്ങളുടെ ഹിന്ദി ഫ്ലുവൻസി ഉറപ്പായിട്ടും ഇൻക്രീസ് ചെയ്യും, ഞാൻ ഗ്യാരൻറ്റി ചെയ്യുന്നു. പിന്നെ ലാസ്റ്റ് നിങ്ങൾക്ക് 2 ഫിലിംസ് ഞാൻ ജസ്റ്റ് ഒന്ന് റെക്കമെൻഡ് ചെയ്യാം. ഹിന്ദി മൂവീസ് കാണുമ്പം കുറച്ചും കൂടെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള നല്ല മൂവീസുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ 2 മൂവീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നാണ് താരേ സമീൻ പർ. അമീർ ഖാൻ്റെ ഫിലിമാണ് താരേ സമീൻ പർ. നല്ല ഫിലിമാണ്. കുട്ടികൾക്കും പാരൻസിനും ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് കാണാൻ പറ്റിയ നല്ല മൂവിയാണ് താരേ സമീൻ പർ. പിന്നെ ഒരു മൂവിയുണ്ട് ഹിച്ച്കി എന്ന് പറഞ്ഞിട്ട്. ഹിച്ച്കിയും നല്ല മൂവിയാണ്. ഒരു ടീച്ചർ സ്റ്റുഡൻസിൻ്റെ, അതും താരേ സമീൻ പറും ടീച്ചർ സ്റ്റുഡൻസിൻ്റെ ആണ് ആ ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്ന. ഹിച്ച്കിയും അതേപോലത്തെ തന്നെ ഒരു മൂവിയാണ്, പക്ഷേ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവിയാണ്. तो मैं आप लोगों से कहूँगी तो ये सारे टास्क आप 30 दिन में आपकी चुनौतियों को पूरा करिएगा और एकदम से हिंदी सहज बोलने की प्रयास करिएगा. तो
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നിങ്ങളുടെ ഈ ഒരു ടാസ്ക് നിങ്ങൾ ഫോളോ ചെയ്യാൻ തുടങ്ങിയെങ്കിൽ അത് പറയണം. മാക്സിമം ഈ ഒരു സെക്ഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നിടം വരെ till then, bye bye.